ഏതാനും ദശകങ്ങളുടെ അനുഭവ സമ്പത്ത് കൊണ്ട് തന്നെ ആനക്കച്ചവടത്തിൻ്റെ അലകും പിടിയും മനസ്സിലാക്കിയിട്ടുള്ള പുത്തൻകുളം ഷാജി ചെന്നെത്താത്ത ആനച്ചന്തകൾ ഉണ്ടാവില്ല. നല്ലതൊന്നിനെ സ്വന്തമാക്കാൻ പയറ്റാത്ത മുറകളും ഉണ്ടാവില്ല. പക്ഷേ ഇവൻ്റെ മുന്നിൽ, പുത്തൻകുളം അർജുൻ എന്ന ഇന്നത്തെ ഈ ആനനായകൻ്റെ മുന്നിൽ, ആദ്യം ഷാജിയുടെ തെക്കൻ മുറകളൊന്നും തെല്ലും വില പോയില്ല. കാരണം അന്നിവൻ ഒരാശ്രമത്തിൻ്റെ സ്വന്തമായിരുന്നു. യു.പിയിലും ബീഹാറിലും രാജസ്ഥാനിലുമൊക്കെ ഒട്ടേറെ ആശ്രമങ്ങളുള്ള ഒരു സന്യാസി സമൂഹത്തിൻ്റെ അരുമയായ ആഞ്ജനേയ ഹാത്തി. മഠാധിപതിയായ സ്വാമി ഓംപുരി മഹാരാജന് ആഞ്ജനേയ ഹാത്തി എന്നാൽ ജീവൻ്റെ ജീവൻ. അതുകൊണ്ടെന്താ, പൊന്നുകൊണ്ട് തുലാഭാരം വയ്ക്കാമെന്ന് പറഞ്ഞാലും ആശ്രമവാസികൾ തങ്ങളുടെ ആന ഹനുമാനെ കൈവിടുന്ന പ്രശ്നമില്ല. പലവട്ടം ചോദിച്ചു, പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. പക്ഷേ സ്വാമിമാരുടെ മനസ്സുണ്ടോ അതിലൊക്കെ തടയുന്നു. ഷാജിയെയും കൊണ്ട് ഈ ഏർപ്പാടിന് ഇറങ്ങിത്തിരിച്ച നത്തൂമിയാനും അടുത്തിട്ടും ഷാജിക്ക് പിന്തിരിയാനുള്ള ഭാവമില്ല. കുംഭമേള അടക്കമുള്ള വലിയ ആഘോഷങ്ങളിലെയും ബനാറസും പരിസര പ്രദേശങ്ങളിലുമുള്ള കൊടികെട്ടിയ വിവാഹ മാമാങ്കങ്ങളിലെയും പതിവുകാരനാണ് ആഞ്ജനേയ ഹാത്തി. മാത്രമല്ല, ഒരാശ്രമത്തിൽ നിന്ന് ബോറടിക്കുമ്പോൾ ചേഞ്ചിന് അടുത്ത ആശ്രമത്തിലേക്ക് വിരുന്നു പോകാനുള്ള സൗകര്യവും. എങ്കിലും ബനാറസിനടുത്തുള്ള സ്വന്തം ആശ്രമം തന്നെയായിരുന്നു ആഞ്ജനേയ ഹാത്തിക്ക് ഏറെ പ്രിയങ്കരം. എന്തെന്നാൽ കുറേ കാലം അവിടെ അവന് ഒരു കളിത്തോഴി ഉണ്ടായിരുന്നു. അന്നൊക്കെ തന്നെ കാണാൻ മലയാളിയായ ഷാജി കൂടെ കൂടെ ആശ്രമത്തിലെത്തുമ്പോൾ ഇയാൾക്കിത് എന്തിൻ്റെ കേടാണെന്നും ആന ഹനുമാൻ വിചാരിച്ചിട്ടുണ്ടാവും. ആശ്രമത്തിൽ 3 പാപ്പാന്മാരുണ്ടായിരുന്നെങ്കിലും അവൻ്റെ കാര്യങ്ങൾ അധികവും നോക്കിയിരുന്നത് സന്യാസിമാർ തന്നെയായിരുന്നു. നിങ്ങളെല്ലാവരും ആനപ്രേമികളാണ് അല്ലെ? ഈ ആനക്കോട്ടയിലെ സ്ഥിരം, ആനത്താവളത്തിലെ സ്ഥിരം സന്ദർശകരാണ് അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാ? ശിവൻകുട്ടി. അർജുൻ. എന്താ അർജുനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു? ഞങ്ങളുടെ അമ്പലത്തിൽ തിരുവമ്പെടുക്കാൻ വരുന്ന അർജുനാണ്. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? അതുകൊണ്ട് മാത്രമല്ല, അനുസരണശീലവും മറ്റുള്ള. ആണോ? ശിവൻകുട്ടി ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും കുട്ടി ആന ആയതുകൊണ്ടാണ് എനിക്ക് ശിവൻകുട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലേ? അല്ലേ? ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? വലിയ ആനകളിൽ ഏറ്റവും അർജുനാണ് ഇഷ്ടം. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യം? നല്ല ആന ആയതുകൊണ്ട്. ഏറ്റവും അർജുനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെടുന്ന അവയവം എന്തായിരിക്കും? നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കൊമ്പാണ്. എന്താ കൊമ്പിന് ഇത്ര വലിയ പ്രത്യേകത? നല്ല നീളമുള്ള കൊമ്പാണ്. മറ്റുള്ള ആനക്കാട്ടും കനമുണ്ട് കൊമ്പിന് അല്ലേ? അതുകൊണ്ടാണ് ഇഷ്ടം. വേറെ ഏതാനൊക്കെയുണ്ട് ഇത്ര വലിയ കനമുള്ള കൊമ്പ്? വേറെ അറിയത്തില്ല. വേറെ ആനകളെ നോക്കിയിട്ടില്ല? ഇല്ലില്ല, നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും വരത്തില്ല. ആണോ? നിങ്ങളിപ്പോ അർജുന്റെ അടുത്തേക്ക് പോവാറുണ്ടോ? ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഇടയ്ക്കൊക്കെ പോവാൻ തീറ്റ കൊടുക്കാറുണ്ട്? കുഴപ്പമൊന്നും ഇല്ല. ദാഹിച്ചു മോഹിച്ച് ഒരുപാട് കിനാവ് കണ്ടതാണെങ്കിലും അവസാനം ഈ മുന്തിരിങ്ങ പുളിക്കുമെന്ന് ഷാജിക്കും തോന്നിത്തുടങ്ങിയ കാലഘട്ടത്തിലാണ് തീർത്തും അപ്രതീക്ഷിതമായി ആഞ്ജനേയ ഹാത്തി ഷാജിയുടെ വഴിക്ക് വരുന്നത്. എന്നുവെച്ചാൽ ബനാറസിൽ നിന്നും സോൺപൂർ മേള വഴി അവൻ പരവൂരിനടുത്തുള്ള പുത്തൻകുളത്തേക്ക് കെട്ടുമെടുത്ത് ശരണം വിളിച്ചിറങ്ങുന്നത്. അർജുൻ കേരളത്തിലെത്തിയിട്ട് ഇപ്പോൾ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണക്കാരായതോ ആശ്രമത്തിലെ അവൻ്റെ പാപ്പാന്മാരും. മറ്റെല്ലാ നേരത്തും തനി സഹനസമര ഗാന്ധിയനായ ഇവൻ മതപ്പാടായാൽ ശരിക്കും നട്ടപ്രാന്തിൽ ഒരു ഗജപോക്രിയാകും. അങ്ങനെ യൗവനം അതിൻ്റെ തുള്ളിത്തെറിപ്പിലേക്ക് കുതിക്കുന്നതിനൊപ്പം മതപ്പാടിൻ്റെ കടുപ്പവും കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരു മതപ്പാട് കാലത്ത് വിറളെ പിടിച്ചു നിൽക്കുന്ന ആനയുടെ അടുത്തേക്ക് പോകുവാനുള്ള ധൈര്യമില്ലാതെ പാപ്പാന്മാർ അവനെ ചങ്ങലകളാൽ കെട്ടിപ്പൂട്ടി സ്ഥലം വിട്ടു. സമയാസമയം ചങ്ങല ഇളച്ചിടാതെ, കുളിയും തേവാരവുമില്ലാതെ ചങ്ങലപ്പാട് പഴുത്ത് വലിയ വ്രണമായി ചങ്ങല അതിൽ പുതഞ്ഞുപോയി. ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ തന്നെ നട്ടം തിരിയുന്ന തങ്ങളുടെ ആഞ്ജനേയ ഹാത്തിയുടെ ദുരിതപർവം കണ്ടു നിൽക്കാനുള്ള മനസ്സുറപ്പില്ലാതെയാണ് ഇവനെ കൈമാറാമെന്ന് സന്യാസിമാർ അവസാനം തീരുമാനിച്ചത്. ഷാജിയെ വിളിച്ചു വരുത്തി വിവരം തിരക്കിയപ്പോൾ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാവില്ലെന്നും അവനെ കഷ്ടപ്പെടുത്താതെ താൻ നോക്കിക്കൊള്ളാമെന്നും ഷാജി ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, തൻ്റെ ആനത്താവളത്തിൽ ഇവൻ ഒരിക്കലും ഒറ്റപ്പെടില്ലെന്നും മനസ്സുവെച്ചാൽ ഇവനൊരു കുടുംബജീവിതം വരെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഷാജി ഉറപ്പ് കൊടുത്തപ്പോൾ സന്യാസിമാർക്ക് സന്തോഷമായി. ആന കേരളത്തിലെത്തി
പുത്തൻകുളം അർജുനായി പൊതുജീവിതം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് സന്യാസിമാർക്ക് മുന്നിൽ പുത്തൻകുളം ഷാജി തട്ടിമൂളിക്കുന്നത് കേട്ടപ്പോൾ അതെല്ലാം തന്നെ സ്വന്തമാക്കാനുള്ള ബെഡായികളെന്ന് മാത്രമാണ് അർജുന് ആദ്യം തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ ഷാജിയുടെ ആനത്താവളത്തിലേക്ക് വലതുകാലെടുത്തു വെച്ചപ്പോഴല്ലേ സംഗതി വെറും പിള്ളേരുകളിയല്ല എന്നവന് മനസ്സിലാവുന്നത്. മനസ്സു വെച്ചാൽ ഇവിടെ എല്ലാറ്റിനുമുള്ള സാഹചര്യമുണ്ട്. കാളിന്തി പുളിനവും ഗോപസ്ത്രീകളുമുണ്ട്. ബാക്കിയെല്ലാം കണ്ണന്മാരുടെ മനസ്സും കുപ്പിയിലിറക്കലും പോലിരിക്കും. 2 വർഷങ്ങൾക്കപ്പുറം ആണൊരുത്തനെ പെറ്റിട്ട ലക്ഷ്മിയുണ്ട്. എന്തിനും തയ്യാറെന്ന മട്ടിൽ ബീഗമുണ്ട്. അങ്ങനെ സുന്ദരന്മാരുടെയും സുന്ദരികളുടെയും ഒരു പട തന്നെ. നേരം പോക്കാനാണെങ്കിലോ കൊച്ചു ശിവന്റെയും കണ്ണന്റെയും കളികൾ. ശിവനെ അവൻ്റെ അമ്മയിൽ നിന്നും പിരിച്ചൊറ്റയ്ക്കാക്കിയിട്ട് ആഴ്ചകളാകുന്നതേ ഉള്ളൂ. ശിവനിതിപ്പോ എത്ര വയസ്സായി? നമ്മൾ ഇവന്റെ 24 മണിക്കൂർ പ്രസവിച്ച് 24 മണിക്കൂറിന് ശേഷം നമ്മൾ വന്നു. അതിനുശേഷം 24 ദിവസം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. 1-ാം പിറന്നാളിനടുത്ത് ഇപ്പൊ 2-ാം പിറന്നാൾ കഴിഞ്ഞില്ലേ? അതെ. ഇപ്പൊ എത്ര വയസ്സായി? 2.5 വയസ്സ്. 2.5 വയസ്സായിട്ട്. കാഴ്ചയിൽ ശിവനേക്കായാലും ഇത്തിരി കൂടി ചെറുതാണ് കണ്ണനെങ്കിലും പ്രായത്തിൽ അല്പമെങ്കിലും മുകളിൽ കണ്ണനായിരിക്കും അല്ലേ? 1-2 മാസമെങ്കിലും എത്രയായാലും പ്രായത്തിൽ കണ്ണനാണ് ഇത്തിരി മുകളിൽ. അവനെങ്ങനെ നമ്മളെ ബീഹാറിൽ നിന്ന് അമ്മ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഇവരിപ്പോ രണ്ടുപേരും ഒരു കാഴ്ചയിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് രണ്ടുപേരും തമ്മിൽ. ഇവര് ഈ സ്വഭാവത്തിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരിക്കും? സ്വഭാവത്തിൽ ഇപ്പൊ ശിവന്റെ സ്വഭാവം വളരെ മാറ്റമാണ്. അമ്മയിൽ നിന്ന് മാറ്റിയതിനു ശേഷം വളരെ വ്യത്യാസമാണ്. നമ്മുടെ കൺട്രോളിലാണ് ആയി. അമ്മയായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആ ബന്ധമില്ല. ഇല്ല. ഇപ്പൊ നമ്മളുമായിട്ട് പറയുന്നത് കേൾക്കും, അഴിച്ചുവിടാം. ഇപ്പൊ അമ്മയല്ല നമ്മളാണ് അവന്റെ ഒരു രക്ഷകൻ അവന് മനസ്സിലായി കഴിഞ്ഞു. ഏതാണ്ട് എന്നാലും ഇപ്പൊ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് അമ്മ നിൽക്കുന്നില്ലേ? അതെ. ഇല്ലേ? ഉണ്ട്. എന്നാലും ഇവിടെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ അവിടെയും വിളിക്കും. അതെ. ഒരു ശ്രദ്ധയും ശബ്ദമൊക്കെ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അവിടെയും വിളിക്കും, ഇവിടെയും വിളിക്കും. ഒപ്പം വിളിക്കും. അപ്പൊ അവിടെ ഒരു തള്ള ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചിട്ട് അപ്പോഴേ തിരിച്ച് മെസ്സേജ് കൊടുക്കും. ഞാനിവിടെ ഉണ്ടെന്നുള്ളൊരു മറുപടി എല്ലാവരുടെ ഒരു സങ്കടം ഇതൊക്കെ ഒന്ന് സന്തോഷമൊക്കെ കാണിക്കുന്നതായിരിക്കും. അതെ. ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് പോകണം. നമുക്ക് ഒരിക്കലും ഒരു ആനയുടെ കാണത്തക്ക വിധത്തിൽ നിർത്തി മാറ്റി ഒക്കത്തില്ല. എപ്പോഴും അതിൻ്റെ അടുത്ത് പോകണം എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും ആനക്കുട്ടി. നമ്മൾ പറയുന്ന അനുസരിക്കുന്നതിനേക്കാളും കൂടുതൽ അമ്മയുടെ അടുത്തേക്ക് ആ പഴയ അതിലോട്ട് പോകണം.